റെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2019 ശേഷം എനിക്ക് തോന്നുന്നു നവംബർ റെഡ് വരുന്നത് മീൻസ് കഴിഞ്ഞ ബിയർ മാർക്കറ്റ് സമയത്തായിരുന്നു ലാസ്റ്റ് നവംബറൊക്കെ റെഡ് വന്നത്. പ്ലീസ് പോസിറ്റീവ്. വിഷ്ണു ഹായ്ഡാ. അപ്പോൾ നമുക്ക് റനീഷ് ഖാലിദ് ഹായ്ഡാ. വിഷ്ണു പ്ലീസ് ഡിസംബർ. പി കെ ലിതേഷ് ഹായ്ഡാ. അഭിജിത്ത് BTC. ഇപ്പോൾ BTCനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 93.5 ഒരു മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടിരുന്നു. BTC ഇനി ഓരോന്നായിട്ട് ചോദിക്കുക. ഒരു മിനിറ്റ്. അഞ്ജലിസ് 71 ആൾട്ട് സീസൺ ഉണ്ടാകുമോ എന്നൊക്കെ. നമുക്ക് ആദ്യം BTCൻ്റെ കാര്യം സംസാരിക്കാം. മുഹമ്മദ് മുബാറക് ഹായ്. ആറൂൻ ഹായ്. ഇപ്പോൾ BTCനെ സംബന്ധിച്ചിടത്തോളം 93,500 നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു റെസിസ്റ്റൻസും 86 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട്, 85-86 റേഞ്ച് ഒരു സപ്പോർട്ടുമാണ്. അപ്പോൾ ഈ 86 എന്ന് പറയുന്ന സപ്പോർട്ടും 93 BTC 86ലേക്ക് വീക്ക്ലി ഇപ്പോൾ ബേസ് സപ്പോർട്ട് പിടിച്ചിരുന്നു. 82 വരെ കുറഞ്ഞെങ്കിൽ പോലും ബേസ് ക്ലോസിങ് 86 ആയിരുന്നു. 93ലേക്ക് വരെ ട്രൈ ഇട്ടു, റിജക്ഷൻ വന്നു, 80 സംതിങ്ങിലേക്ക് വന്നു, വീണ്ടും വീക്ക്ലി ക്ലോസ് 86ൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കേസ് വെച്ച് നോക്കുമ്പോൾ BTC എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50 വീക്ക് EMAയും 20 വീക്ക് EMA ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബിലോ ആണ്. മെയിനായിട്ട് 93,500 സപ്പോർട്ട് പിടിക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ കൺസൾട്ടേഷൻ ആയിരിക്കും. മാക്സിമം ഒരു 50 വീക്ക് EMAൻ്റെ അടുത്തേക്ക് ഒരു റിജക്ഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് കയറും. ആ ഒരു കയറ്റത്തിൻ്റെ ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് കറൻ്റ്ലി ഇപ്പോൾ മെയിൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട്, സപ്പോർട്ട് മീൻസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് 15 വീക്കും 20 വീക്ക് EMAയും കൂടി അടുത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ചാർട്ട് പ്രീമിയം ഗ്രൂപ്പിലിട്ടിരുന്നു. അത് ക്രോസ് ചെയ്യുന്നിടത്തുനിന്നാണ് ശരിയായ ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നു, മാർക്കറ്റ് അത്യാവശ്യം നല്ലോണം കുറയുന്നു. പക്ഷെ ആ ക്രോസ് ചെയ്യാൻ എനിക്കൊന്നൊരു 1 to 2 ഒരു 3 month ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ 2026 കൺഫേം ബിയർ മാർക്കറ്റാണ്, അതിൽ വേറെ വർത്താനൊന്നുമില്ല. ആ ഇടയിൽ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന BTC ഡോമിനൻസ് എന്ന റിജക്ഷൻ. കാരണം BTC ഡോമിനൻസ് ഇപ്പോഴും മെയിനായിട്ട് റെസിസ്റ്റൻസ് ഏരിയ തന്നെയുള്ളത്. അവിടുന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിലാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൾട്ട് സീസണിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുണ്ട് ആദർശ എടാ, അത് തുറന്നടാ, ഞാനൊരു ഇല്ല. അൽത്താഫ് മേലാറ്റൂർ ചോദിക്കുന്നുണ്ട് നോ ആൾട്ട് സീസൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ആൾട്ട് സീസണ് ഈ പറയുന്ന കൺസോൾട്ടേഷൻ്റെ ഇടയിൽ BTC ഡോമിനൻസ് ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ്, അവിടെ ഒരു ആൾട്ട് സീസണിന് സാധ്യതയുണ്ട് ഫൈനൽ റിലീഫ് റാലിക്ക്. അതാണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്. പക്ഷേ ഒരു 3 month, ആഫ്റ്റർ 3 month ഒരു മാക്സിമം ഒരു 4 monthൻ്റെ ഉള്ളിൽ നമ്മൾ ബിയർ മാർക്കറ്റ് ടെൻഡൻസി എന്തായാലും കണ്ടുപിടിക്കണം. 75K പോകുമെന്ന് ചോദിക്കുന്നുണ്ട് ദിയ എന്ന് ചോദിക്കുക. 75K എന്ന് പറയുന്നത് 86,500 ഒരു കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് 86,500ൻ്റെ മുകളിൽ തന്നെയാണ് വീക്ക്ലി ക്ലോസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 86ൻ്റെ മുകളിൽ തന്നെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അതിൻ്റെ ഇടയിലുള്ള വിക്കേ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഞായറാഴ്ച ആകുമ്പോൾ 86ൻ്റെ മുകളിലേക്ക് വരികയും അതിൻ്റെ ഇടയിൽ ഒരു 82-83 ആയിട്ട് വിക്കുകൾ വരാനാണ് സാധ്യത. പക്ഷേ 86 എന്ന് പറഞ്ഞ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്ലി ക്ലോസ് ബിലോ 86 ആണെങ്കിൽ 75 പോസിബിളാണ്. അപ്പോൾ ആൾസേഴ്സ് ഉണ്ടാവില്ല എന്ന് ഫാസ് ചോദിക്കുന്നുണ്ട്. ഫാസിനോട് ഞാൻ പറഞ്ഞത് ഇപ്പം 86ൻ്റെയും അല്ലെങ്കിൽ 85ൻ്റെയും 93ൻ്റെ ഇടയിൽ കൺസൾട്ടേഷനാണ്. ഏത് നിമിഷവും 15 വീക്ക് EMA ആയ അതൊരു 100Kൻ്റെ അടുത്താണ്. അതിനേക്കൊരു ഇതുവരെ റെസിസ്റ്റൻസ് വരുന്നത്ര, അവിടെയൊക്കെ പോയിട്ട് റിജക്ഷൻ വരുന്നത്ര, അവിടത്തേക്കൊരു ട്രൈ ഉണ്ടാവും. ആ ഒരു ഏരിയയിൽ ട്രൈ കിട്ടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയേണ്ട. ഷോർട്ട് സ്ക്യൂസിങ്ങും കൂടി ആയിരിക്കും. പക്ഷെ അവിടുന്ന് എന്തായാലും റിജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഹെവി ന്യൂസ് വളരെ. പക്ഷെ അവിടെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് QT എൻഡിങ് ആണ്. ശരിക്കും മാർക്കറ്റിലേക്ക് ഒരുപാട് ലിക്വിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോലെ റേറ്റ് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന 15 വീക്ക് EMAൻ്റെ അടുത്തേക്ക് ഒരു 100K റേഞ്ചിലേക്ക് ഒരു ട്രൈ ഇടും. എന്നിട്ട് അവിടെ നിന്ന് പോസിറ്റീവ് ന്യൂസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് പിടിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ.
അതേസമയം അവിടുന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ കൺഫേം ആയി, അതായത് 20 പോയി 50 പോയി. അപ്പോൾ ബിയർ ടെൻഡൻസി വളരെ സ്ട്രോങ് ആയി. ആ കാലയളവിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഡോമിനൻസ് റിജക്ഷനിൽ ഒരു ആൾട്ട് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുക. അതിനൊരു സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തായാലും മാക്സിമം ഒരു 3 മന്ത് മാത്രമേ നമുക്ക് ആ ബുൾ ടെൻഡൻസിയിൽ മാർക്കറ്റ് നിൽക്കൂ. അൾട്ടിമേറ്റ് 2026 ബിയറിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ ടൈം എത്തി, പക്ഷെ ആ ഫൈനൽ മൂവ്മെൻറ്റ്, ആൾട്ട് സീസണിൻ്റെ ആ മൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഏത് നിമിഷവും വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ബുൾ മാർക്കറ്റ്. കാരണം ഏകദേശം ബുൾ മാർക്കറ്റ് ഫിനിഷ് ആവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ 15 വീക്ക് EMA ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അത് ക്രോസ് ചെയ്തതിന് ശേഷം ഒറ്റയടിക്ക് 40-30% കുറയലുണ്ട്. അപ്പം അതിന് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും ഹെവി ന്യൂസൊക്കെ വന്ന് മാർക്കറ്റ് ഒന്ന് ഒരു ഷോർട്ട് ലിക്വിഡേഷൻ നടത്തി കഴിഞ്ഞാലാണ് സാധ്യത. കാരണം ഈ ക്രോസ് ചെയ്യാൻ ഈ 50 വീക്കും ഈ 20 വീക്ക് EMAയും ക്രോസ് ചെയ്യാൻ ഒരു 3 മന്ത് ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. കാരണം അത് അത്ര ക്ലോസ് ആയിട്ടില്ല, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പറയുന്ന ആൾട്ട് സീസണോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത്. അതും കൂടി ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബിയർ മാർക്കറ്റാണ്. പക്ഷെ എന്തായാലും 2026 ബിയർ മാർക്കറ്റ് ടെൻഡൻസി ഉണ്ട്, അതിന് റെഡി ആയിരിക്കണം എന്നുള്ളത് കൺഫേമാണ്. 1.5K വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ബിയർ ടെൻഡൻസി ക്രോസ് ഓവറിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട്. അതിന് മുമ്പ് കുറച്ച് കയറിയിട്ടായിരിക്കാം. എന്തായാലും ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിയറിലേക്ക് പോകും. അത് മുമ്പൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം പക്ഷെ 15 ഇങ്ങനെ നോക്കിയാൽ മതി, ചാർട്ടിൽ 15 വീക്ക് EMAയും 20 വീക്ക് EMAയും തമ്മിലൊരു ഗ്യാപ്പ് നോക്കുക. അത് ക്ലോസ് ആയി വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും ഗ്യാപ്പിലാണ് ഉള്ളത്. ജപ്പാൻ്റെ ആ ഒരു ന്യൂസാണ് ഇന്നലത്തെ. ഇപ്പോൾ 91-92 ഒറ്റയടിക്ക് 6 മാർക്കറ്റ് അല്ല $6,000 BTC കുറയാൻ റീസൺ ജപ്പാനിലെ ന്യൂസുകളാണ്. പക്ഷെ അമേരിക്കൻ സൈഡിൽ QT എൻഡിങ്, മറ്റേ ഈ പറയുന്ന പോലെ തന്നെ റേറ്റ് കട്ട്സ് ഒക്കെ വന്ന് കുറച്ച് ഉഷാറാവുന്നുണ്ട് എന്നുള്ളതും വേറൊരു കാര്യമാണ്. മീം കോയിൻസ് NPC ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ 10Xലൊക്കെ ഹോൾഡ് ചെയ്യുന്ന കോയിൻ. BTC എത്ര പേരെ കുറയാമെന്ന് ചോദിക്കുന്നത്. ബിയർ മാർക്കറ്റിൽ നമുക്ക് തോന്നുന്നു ഒരു ബിലോ 69 കൺഫേം ആണ്. കാരണം പ്രീവിയസ് ഓൾ ടൈം ഹൈൻ്റെ റേഞ്ച് അല്ലേ. അപ്പോൾ ഒരു 50-60Kയിലായിരിക്കണം. NPC ഉള്ളതെന്ന് പറയുന്നത് KuCoinലുണ്ട്, പിന്നെ വീക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബിയർ മാർക്കറ്റ് മാക്സിമം ലോ ഏത് മാസമാവും? അത് പ്രീവിയസ് ഹിസ്റ്ററി പ്രകാരം. ഇപ്പം നമ്മളെ പണ്ട് മുതലേ നമ്മൾ ബുൾ മാർക്കറ്റിൻ്റെ കണക്ക് പ്രകാരം ഒക്ടോബർ പീക്ക് അടിക്കേണ്ട സമയത്ത്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആൾട്ട് സീസൺ വരാത്തതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് തെറ്റ് പറ്റിയത്. പക്ഷെ പണ്ടത്തെ ഹിസ്റ്ററി പ്രകാരം ആ ഒക്ടോബർ-നവംബർ റേഞ്ചിൽ തന്നെ BTC കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന 2026 സെയിം ജൂലൈ ആഗസ്റ്റ് ആ റേഞ്ചിലാണ് ശരിക്കും ഹയസ്റ്റ് ലോ ഉണ്ടാവേണ്ടത്, സെപ്റ്റംബർ സമയത്ത് ഹിസ്റ്ററി പ്രകാരം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ടെൻഡൻസി തുടങ്ങും. ഷോർട്ട് ലിക്വിഡേഷൻ ഉണ്ടാവേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ അത്രയും ഏരിയയിൽ നിന്ന് ഷോർട്ട് മാർക്കറ്റിലുണ്ട്, അത്രയും മാർക്കറ്റിൽ ഷോർട്ട് ഉണ്ട്. അപ്പം ഒരു ലിക്വിഡേഷന് സാധ്യത ഉണ്ടാവേണ്ടതാണ്. ആൾട്ട് സീസൺ വരുമെന്ന് ഉറപ്പുണ്ടോ? ആൾട്ട് സീസൺ വരുമെന്ന് ഉറപ്പുണ്ടാവേണ്ടത് ഈ BTC ഡോമിനൻസ് ആണ്. BTC ഡോമിനൻസ് ഇപ്പോഴും 56-57 റിജക്ഷൻ ഏരിയയിലാണ് ഉള്ളത്. അവിടുന്ന് ഒരു 2-3% കുറഞ്ഞാൽ തന്നെ ആൾട്ട് കുറച്ചധികം മൂവ് ചെയ്യും. ഇപ്പോഴും ആൾട്ടിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടൊരു സപ്പോർട്ട് പിടിച്ചിട്ടില്ല, റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് BTC ഡോമിനൻസിന്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് ഇപ്പോഴും ചാർട്ട് വൈസ്. ADA ലിങ്ക് ബുള്ളിഷ് മാർക്കറ്റ് ഉടനെ കാണുമെന്ന് വെച്ചാൽ ആൾട്ടിൻ്റെ സീസൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ BTC കൺസോൾട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേറെന്താണ് ക്വസ്റ്റ്യൻസ്? നിങ്ങൾ ഹോൾഡിങ് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാമല്ലോ ആരൊക്കെ എന്തൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതനുസരിച്ച് നമുക്കൊരു എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഇട്ട് നോക്കൂ. ഷൗക്കത്ത് പറയും 75 എത്തുമെന്ന് വെച്ചാൽ 86,500 ബിലോ വീക്ക്ലി ക്ലോസ് ആണെങ്കിൽ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ 86ൻ്റെ അടിയിൽ വീക്ക്ലി ക്ലോസ് ഉണ്ടായിട്ടില്ല.
തംചെൻസ് പറയുന്നുണ്ട്. ഫെറ്റ്, WLD, ഇതൊക്കെ ഒരു അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള കോയിനാണ് ബെറ്റൊക്കെ. ഇപ്പ് ഇത് ഈ പറയുന്ന WLD നമ്മൾ 10x സോൾ 10x ARB നല്ല റിട്ടേൺസ് കാണിച്ചിരുന്ന ഒരു കോയിനാണ്. സീറോ നോളജ് പ്രൂഫ് കോയിൻസിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ ADA ലിങ്ക് ഹോൾഡ് ചെയ്യുന്നിട്ട് ലോസിലാണ്. എങ്ങനെയാണ് ബൈയിങ് ഏരിയയും കൂടി പറയാം. സോൾ, സുയി, BNB ഒക്കെ നല്ല കോയിൻസാണ്. പറ്റും. ടാവോ അത്യാവശ്യം റീച്ച് വന്ന ഒരു AI കോയിൻസാണ്. പിന്നെ ഏതാ, ഇതൊക്കെ ഹോൾഡിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും കൂടി പറയാം. നമുക്ക് കുറച്ചും കൂടി കമ്പാരിസൺ കിട്ടും. കോട്ടിയൊക്കെ ആ സമയങ്ങളിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായി ന്യൂസ് അപ്ഡേറ്റ്സ് കാണുന്നില്ല. Zcash നോക്കണം. ന്യൂ ലിസ്റ്റഡ് കോയിൻ സേഫാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ന്യൂ ലിസ്റ്റഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇനി അങ്ങോട്ട് ബിയർ ടെൻഡൻസി വരുന്നതുകൊണ്ട് തന്നെ കുറേ പുതിയ കോയിൻസിലേക്ക് പോകണ്ട. പ്ലസ് മീം കോയിൻ ഹാവ് എനി ബിയർ മാർക്കറ്റ് സഡൻലി മനസ്സിലായിട്ടില്ല എന്തോ ചോദിച്ചു. PA കോയിൻസ് ആ സമയങ്ങളിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. WLD 1.3 എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രീവിയസ് ബുൾ മാർക്കറ്റ് റേഞ്ച് നോക്കുമ്പോൾ വളരെ ലോ പ്രൈസാണ് റേഞ്ച്. അത് അത്യാവശ്യം ഓക്കെ പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നു. BTC നെക്സ്റ്റ് ഓൾ ടൈം ഹൈ ബിഫോർ ബിയർ മാർക്കറ്റ് എനി ചാൻസ് ഉണ്ടോ എന്നുള്ളത് കറൻ്റ്ലി ഈ പറയുന്ന രീതിയിലേക്ക് ചാൻസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആൾട്ടിനൊരു മൂവ്മെൻറ്റ് BTC എന്ന് പറയുന്നത് ചാൻസ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് 15 വീക്കിന് സപ്പോർട്ട് പിടിച്ച് പിന്നെ അത് 20 വീക്കിലേക്ക്, കാരണം 20 റിജക്ഷൻ വന്നിട്ടാണ് ഉള്ളത്. റിജക്ഷൻ വന്നു, പിന്നെ ടൈം വളരെ ചുരുങ്ങി, അടുത്ത ബിയറിലേക്ക് പോകാനുള്ള ടൈം ഗ്യാപ്പും വളരെ ഇതാണ്. സഡൻലി ഹെവി ന്യൂസുകൾ മാർക്കറ്റിൽ വരണം. എന്നിട്ട് അൽത്താഫ് മേലായിട്ട് ബിയർ മാർക്കറ്റ് വന്നാൽ 10x കോയിൻസ് ബിയർ മാർക്കറ്റ് ടെൻഡൻസി ഞാൻ പറയില്ല. ക്രോസ് ഓവറിൻ്റെ മുമ്പ് 10x എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒന്ന് സെല് ചെയ്ത് സെയിം കോയിൻസ് റീബൈ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകണം. കാരണം ക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 30% BTC കുറയും. അപ്പം പിന്നെ ഡൗണിന്ന് റീബൈ ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ലെവലാണ്. അതായത് ഇപ്പോൾ ഏത് ഏരിയ നിന്നാണോ നമ്മൾ സെല് ചെയ്യുന്നത് അവിടെ പിടിച്ച് എത്രത്തോളം ആ ക്രോസ് ഓവറിന് ശേഷം മാർക്കറ്റ് കുറയും നോക്കും. അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് റീബേ ചെയ്യും. പക്ഷെ ഇപ്പോൾ എന്തായാലും സെല്ലേഴ്സ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവേണ്ടതാണ്. 86 പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ലിക്വിഡേഷൻ അല്ലെങ്കിൽ 15 വീക്ക് EMAനെ റെസിസ്റ്റൻസ് ആക്കുന്ന ട്രൈയും കാണുക. ഇതുവരെ ട്രൈ കാണിച്ചിട്ടില്ല. 50 വീക്ക് ബ്രേക്കായി നേരെ 82 പോയിട്ടേ ഉള്ളത്. 100 കേൻ്റെ അവിടെ നിന്ന് 15 വീക്ക് കുറേ നാൾ സപ്പോർട്ട് പിടിച്ചിട്ട് ഒറ്റ ബ്രേക്ക് ചെയ്തു, ഡൗണിലോട്ട് പോയി. സാധാരണ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അത് റെസിസ്റ്റൻസ് ആക്കിയാൽ കംപ്ലീറ്റ് സപ്പോർട്ട് ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ അത് റെസിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് മൂവ്മെൻ്റ് എങ്കിലും ഉണ്ടാവേണ്ടതാണ്. വിക്ക് ഹെവി, ശ്രീകുമാർ ഷാജി ബ്രോ, വിക്ക് ഹെവി വരുന്നത് എന്തിൻ്റെ മീനിങ് ആണ്? വിക്ക് ഹെവി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പം 86 ഏരിയയിൽ നിന്ന് തന്നെ വിക്കുകൾ വരുന്നത് ഈ പറയുന്ന ബയേഴ്സോ അവരുടെ പൊട്ടൻഷ്യൽ ബൈയിങ് ഏരിയ. എന്തായാലും സെല്ലേഴ്സ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ബുൾസ് എങ്ങനെയെങ്കിലും ഒരു ട്രൈ എന്തായാലും കിട്ടും അവർക്ക്. ഇവിടെ നേരെ ബിയറിലേക്ക് പോകും, അങ്ങനെയുള്ള ടെൻഡൻസി അല്ല. ഈ ക്രോസ് ഓവർ ടൈം ഉണ്ട്. പക്ഷെ ബിയർ കൺഫേം ആണ്, അത് ഉറപ്പാണ്. ബിയർ മാർക്കറ്റ് വരും, അത് കൺഫേം ആണ്. അത് എന്തായാലും നിങ്ങൾ എന്തൊക്കെയോ ഹോപ്പ്ഫുള്ളായി അടുത്ത, പക്ഷെ അതിൻ്റെ ഇടയിൽ ടൈമിൽ നമുക്ക് എന്താണ് നമ്മൾ ആ ആൾട്ട് സീസൺ അത് കിട്ടുകയാണ്. ഇപ്പോൾ BTC ഓൾ ടൈം ഹൈ കിട്ടി, നമ്മൾ 49, 48 എന്നൊക്കെ 125 വരെ കയറി. BTCയിൽ ഒരു ബുൾ മാർക്കറ്റ് പീക്കൊക്കെ മിനിമം ലെവൽ ഓഫ് കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 69, 79, 89, 99 അത്യാവശ്യം ഹെവി BTC കയറി. പക്ഷെ ആൾട്ട് കയറിയിട്ടില്ല. ആൾട്ടിനൊരു മൂവ്മെൻറ്റും കൂടി വരേണ്ടതാണ്. അത് സംഭവിക്കുന്നതാണ് ഇനിയുള്ളത്. അല്ലാത്ത പക്ഷം ശരിക്കും സിസ്റ്റമാറ്റിക്കായി ചിന്തിച്ചാൽ നോക്കിയൊക്കെ ഒക്ടോബർ നമ്മളെ കാൽക്കുലേഷൻ പ്രകാരം 4 ഇയർ സൈക്കിളിൻ്റെ പീക്ക് വരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ആൾട്ടിൻ്റെ മൂവ്മെൻറ്റ് വന്നില്ല എന്നുള്ളതാണ് ഈ ബുൾ മാർക്കറ്റിലെ ആകെയുള്ള ഒരു ഫോൾട്ട്. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആ മൂവ്മെൻറ്റും കൂടി വരണം. 5 മീം കോയിൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് വലിയ നഷ്ടമാണ്. നമ്മൾ 5 വീ കോയിൻസിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല, പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ.
ആൾട്ട് സീസൺ എത്ര വീക്ക് ഉണ്ടാവും എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടി 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 പെട്ടെന്ന് തന്നെ തീരും. ഇല്ല, അത് ഡീലിസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മീ ജോയൽ വളരെ ശ്രദ്ധിക്കണം. എക്സ്ചേഞ്ചിൽ ഡീലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സും ചെയ്യേണ്ടതുണ്ട്. വാലറ്റുകളിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതുണ്ടാവുക. പ്രത്യേകിച്ച് ബിയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വീക്കാവും എക്സ്ചേഞ്ചുകളൊക്കെ. ലിങ്ക് ഹാക്കർ 22.8 ലിങ്ക് വാങ്ങിയത് അല്ലേ? ലിങ്ക് ഇപ്പം റേറ്റിൽ നിന്ന് ബേസ് സപ്പോർട്ടും ഇതാക്കിയ സെൽ ഓഫ് ചെയ്ത് റീബൈ ചെയ്യുന്നൊരു പോയിന്റ് നമുക്ക് കണ്ടെത്തണം. നോക്കട്ടെ, അത് കൺഫേം ചെയ്യട്ടെ. ചിലപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിയർ ടെൻഡൻസിൽ ലിങ്ക് $5 റേഞ്ച് അല്ലെങ്കിൽ $7 റേഞ്ചിലൊക്കെ പോകും കൺഫേം ബിയർ ആണെങ്കിൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള ഏരിയയിൽ നിന്ന് സെൽ ഓഫ് ചെയ്ത് റീബൈ ചെയ്യുന്ന ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. ഇപ്പം അല്ല, കൺഫേം ആയി കഴിഞ്ഞു. ഇപ്പം അല്ല കേട്ടോ, ഇപ്പോൾ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് നിൽക്കരുത്. ഇപ്പോൾ പുതുതായിട്ടുള്ളത് ഒന്നും വാങ്ങേണ്ട ഒരു പോയിന്റ് അല്ല. കാരണം ഒന്നെങ്കിൽ ഹോൾഡുള്ള കോയിൻസ് സെല് ചെയ്യാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഹോൾഡിംഗ് ഉള്ള കോയിൻസ് കൺഫേം ബിയർ മാർക്കറ്റെ സെൽ ഓഫ് ചെയ്ത് റീബൈ ചെയ്യാനുള്ള ശ്രമം. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സെല്ലിംഗ് ടൈം ആൾട്ട് എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഞാൻ പറയില്ല, BTC ഡോമിനൻസ് ഇപ്പോഴും റിജക്ഷൻ ഏരിയയിലുള്ളത്. അവിടുന്ന് റിജക്ഷൻ വന്നാൽ ഒരു ആൾട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ 15 വീക്ക് EMAയിലേക്ക് അഥവാ ഒരു ഫേക്ക് ട്രൈ, അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. സ്മോൾ പോയിന്റ്, ഒരു സ്മോൾ പീരീഡ്, ഒരു 2 to 3 വീക്സ്. ആ സമയത്ത് ചില കോയിൻസ് സെൽ ഓഫ് ചെയ്ത് പിന്നെ ബിയർ ടെൻഡൻസിന്ന് റീബൈ ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ സെൽ ഓഫ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു ആൾട്ട് വിൻഡോ കാണാം, പക്ഷെ അത് കണ്ണടക്കേണ്ടി വരും. ഒരിക്കലും ഇനി ഒരു ഹയർ പ്രൈസിൽ ആൾട്ട് വാങ്ങരുത്. കാരണം ബിയർ മാർക്കറ്റിൻ്റെ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇനി കയറുന്ന കണ്ട ഓരോ പോയിന്റിൽ സെൽ ഓഫ് അടിക്കലാണ്, അല്ലാണ്ട് ഓരോ പോയിന്റിൽ ബൈ ചെയ്യാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനിയുള്ള നമ്മളെ ഹോൾഡിങ് എത്രത്തോളം കയറുന്നതനുസരിച്ച് സെൽ ഓഫ് ചെയ്യാന്നല്ലാണ്ട് കയറുന്നതനുസരിച്ച് ബൈയിങ് എന്ന് പറയുന്ന സാധനമില്ല. കാരണം വളരെ ചുരുങ്ങിയ ടൈമേ നമ്മളെ കൈമിലുണ്ടാവും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. കോപ്പി കോയിൻസ് നോക്കാണ്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇല്ല കോയിൻസ് സെൽ ഓഫ് ചെയ്യുക. ബിയർ എന്ന് പറയുന്നത് എന്തായാലും അടുത്ത കൊല്ലം വരും. അപ്പോൾ എന്തായാലും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് അത്യം മോഹം ഉണ്ടെങ്കിൽ ആ കോയിൻസ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഏത് പോയിന്റിൽ ഇപ്പം പെട്ടെന്ന് മാർക്കറ്റ് ഹെവി ആയി ആൾട്ട് സീസൺ 1 സീസൺ കാണുന്നുണ്ടെന്ന് വിചാരിക്കും, എങ്കിൽ പോലും നമ്മൾ ബൈ ചെയ്യാണ്ട് സെല്ലിങ് ഇല്ലതൊക്കെ സെല്ല് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡായിരിക്കണം. ഇനി ബൈയിങ് ഒക്കെ ഏത് കോയിൻ്റെ ബൈയിങ്ങും നെക്സ്റ്റ് ഇയർ എന്നുള്ള രീതിയിൽ ഇനി നമ്മൾ ഓരോ എവിടുന്നാണോ സെൽ ഓഫ് ചെയ്യാൻ പറ്റുക അവിടുന്ന് സെൽ ഓഫ് ചെയ്യുക. ഇത്രയാണ്. വേറെ വേർത്തല്ല, ആ റിസ്കിനുള്ള വേർത്തിൽ ടൈമില്ല, ഗ്യാപ്പില്ല നമുക്കിനി. ഇനി ഒരു അറിയാണ്ട് നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്തത് സെൽ ഓഫ് ചെയ്യാനുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ സെൽ ഓഫ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കണം. ഞാൻ പറയില്ല, ഈ ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു 30% ഡൗൺ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയും ഒരു 60K ഉണ്ടാവാൻ സാധ്യതയുണ്ട് എപ്പം ക്രോസ് ഓവറിന് ശേഷം, അല്ലാണ്ട് ഇപ്പം നേരെ 60K അല്ലേ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് ഓവർ സംഭവിച്ചതിന് ശേഷം ഒരു 60K ഒക്കെ അപ്പോൾ ക്രോസ് ഓവർ സംഭവിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്നാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്താ അവസ്ഥ? ഏതെങ്കിലും
ഒന്ന് ക്വസ്റ്റ്യൻസ് ചേർത്തെ. ഓക്കെ ആണ്. വാട്ട്സ് യുവർ എക്സാക്ട് ഫോക്കസ്? Q1 ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് മാക്സിമം ഇനി ഒരു BTCക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ക്രോസ് ഓവർ സംഭവിക്കാൻ കണക്ക് പ്രകാരം ഒരു 3 month 19 days ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിനിമം 90 days ഉണ്ടാവും. ഈ 90 daysൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന രണ്ട് സൈഡിലുള്ള വോളറ്റൈൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം കുറേ സെല്ലേഴ്സ് എക്സോഷൻ നടന്നു എന്നുള്ളത് കൺഫേമാണ്. ഇപ്പോൾ ബുൾസ് ട്രൈ ഇടും, അത് ഉറപ്പാണ്. കാരണം ഇന്നിപ്പോൾ QT എൻഡിങ് ഉണ്ട്, റേറ്റ് കട്ട്സ്, കുറേ ഗുഡ് ന്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബുൾസ് ഒരു ട്രൈ ഇടാം, അവസാന ട്രൈ എല്ലാ സമയത്തും ഉണ്ടാവലുണ്ട്. നേരെ ബിയർ മാർക്കറ്റിലേക്ക് നല്ല സെറ്റപ്പ് അല്ലാണ്ട് ആയിട്ടില്ല. നേരെ ബിയർ മാർക്കറ്റിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടില്ല. മീൻസ് ക്രോസ് ഓവർ സംഭവിക്കുന്നത്ര. ഇപ്പോൾ ബുൾസ് ഒരു ട്രൈ ഇടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ പേഴ്സണൽ വ്യൂ. പക്ഷെ ബിയർ മാർക്കറ്റ് കൺഫേമാണ്. അതിൽ അവരുടെ ബിയർ ടെൻഡൻസികൾ കാണിച്ചു തുടങ്ങി. പക്ഷെ അതിന് മുമ്പൊരു ഫൈനൽ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യാം, അല്ല ഇത് ബിയർ അല്ല എന്ന് പറയുന്ന ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഫോമോയാണ് നമ്മളെ സെല്ലിംഗ് പോയിന്റ്, നമ്മുടെ ബൈയിങ് പോയിന്റ് അല്ല, നമ്മുടെ സെല്ലിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അങ്ങോട്ട് ബൈയിങ് ഓപ്ഷൻസിന് പകരം ഇല്ല കോയിൻസൊക്കെ സെല്ല്. ബൈയിങ് വരും, നിങ്ങൾ ഏത് ആഗ്രഹിക്കുന്ന കോയിൻസും ബൈ ചെയ്യാനുള്ള അവസരം വിത്തിൻ മന്ത്സ് കിട്ടും, വളരെ ലോ ലെവലിൽ കിട്ടും. അപ്പം ഇതിപ്പോൾ പക്ഷെ എന്ന് കരുതി നേരെ ബിയറും അല്ല. ഈ ഒരു 3 month ചിലപ്പം വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ്, ചിലപ്പോൾ ഒരു ഫോമോ ആൾട്ട് സീസൺ ഉണ്ടാവാം, ഒരു വിക്കുകൾ ട്രൈ ചെയ്യണം. ഇതാണ് ഈ അവസാന പ്രതീക്ഷ. അതെ, വാട്ട് അബൌട്ട് ഈ സൈക്കിളിൽ കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. കഴിഞ്ഞ നവംബറിൽ നമുക്കൊരു ആൾട്ട് സീസണിൻ്റെ ഒരു മിനി വേർഷൻ കിട്ടിയിട്ടുണ്ട്. ഡോജൊക്കെ 0.45 പല കോയിൻസും ഹെവി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫൈനൽ ഫോമോ കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടേണ്ട സാഹചര്യമുണ്ട്. BTC ഡോമിനൻസ് നോക്കുമ്പോൾ ഒരു 3 month ഒരു 2 month ബിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ബുൾസ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ആ ഒരു ടൈമിൽ സെൽ ഓഫ് ചെയ്യാന്നുള്ള പ്ലാനാണ്. സെൽ ചെയ്യുന്ന ടൈം അതെ, അത് നമുക്ക് പ്ലാൻ ചെയ്തു. ഞാൻ ഇങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കും. എത്ര ഓൾ ടൈം അടിക്കേണ്ടതാണ്, അതൊക്കെ ഈ ഒരു ടൈം പോലെ ഇരിക്കും. അതാണ് ലോ കിട്ടിയ വർഷങ്ങൾ കാത്തു നിൽക്കണ്ടേ ഡൗൺ ട്രെൻഡ് കഴിയുന്നത്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. ബിയർ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം ഇപ്പോൾ നീ ബുൾ മാർക്കറ്റിൽ തന്നെ പല കോയിനും ബിയർ മാർക്കറ്റ് ലോയിലാണ് ഉള്ളത്. ശരിയല്ലേ? കഴിഞ്ഞ ബുൾ മാർക്കറ്റ് ഹൈയിലൊന്നും വന്നിട്ടില്ല. അപ്പം ചില കോയിൻസൊക്കെ ബിയർ ടൈമിലും മൂവ്മെൻറ്റ്, ചില പ്രീ ഹാൾവിങ് എന്ന് പറയുന്ന റാലി ഉണ്ടാവാം. BTC ചിലപ്പോൾ വളരെ ലോ ആയിരിക്കും, പക്ഷെ ആൾട്ടിന് മൂവ്മെൻറ്റ് ഉണ്ടാവാം. ബിയർ ടെൻഡൻസി ടൈമിലും ചില ആൾട്ട് മൂവ്മെൻറ്റ് കാണിക്കും. ഇപ്പം സോളൊക്കെ ഉള്ള മൂവ്മെൻറ്റ് കാണിച്ചു കണ്ടില്ലേ, അത് അങ്ങനെയും ഉണ്ടാവാം. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. വേണ്ട ഉദയൻ, വാസറിക്സിൽ ട്രേഡ് വേണ്ട എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ബിയർ ടെൻഡൻസിലേക്ക് പോയി കഴിഞ്ഞാലും വീണ്ടും വാസറിക്സിന് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കിനി പിന്നെ കൂടാം. പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടോ നോക്കട്ടെ.